ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു ഇന്ന്. ഇത്രയും വർഷമായിട്ടും സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ സംഘടിപ്പിക്കാത്ത പല സ്ഥലങ്ങളും നമ്മുടെ ഈ മഹാരാജ്യത്തുണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ. ഉറപ്പാണ്. ഇന്നിപ്പോൾ 79 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ദേശീയ പതാക, ത്രിവർണ്ണ പതാക ജനങ്ങൾ കണ്ട സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇന്ത്യയിൽ വിശ്വസിക്കാൻ പറ്റില്ല. നമ്മുടെ കന്യാസ്ത്രീമാർ ആളുകളെ കടത്തിക്കൊണ്ടുവന്ന സ്ഥലമില്ലേ? ഛത്തീസ്ഗഡിലെ 14 വില്ലേജുകളിൽ ഇന്നാണ് ദേശീയ പതാക 79 വർഷത്തിന് ശേഷം ആദ്യമായി ഉയർത്തുന്നത്. അതെന്താ അവിടുത്തെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അവിടെ ബസ്തർ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഛത്തീസ്ഗഡിലെ നക്സലുകളുടെ കേന്ദ്രമാണ്. നക്സലുകളുടെ കേന്ദ്രമായ ചില പ്രദേശങ്ങൾ, അവിടെ ബിജാപൂർ, നാരായൺപൂർ, സുക്മ തുടങ്ങിയ ജില്ലകളുണ്ട്. ഈ ജില്ലകളൊക്കെ നക്സൽ ബാധിത പ്രദേശമാണ്. മാവോയിസ്റ്റുകളുടെ കേദാരഭൂമിയാണ്. അവിടേക്ക് ആർക്കും പ്രവേശനമില്ല. പക്ഷേ കന്യാസ്ത്രീകൾക്കും മിഷണറിമാർക്കും പ്രവേശനമുണ്ട്. അതെന്തോ ആവട്ടെ. അപ്പോൾ അവിടെയുള്ള 14 വില്ലേജുകൾ, അതിനകത്ത് ചിലതിൻ്റെയൊക്കെ പേര്, എല്ലാ പേരുകളും എനിക്ക് കിട്ടിയിട്ടില്ല. ഗുഞ്ചോപുർത്തി, പൂജാരി കൻകർ, ഭീമാറാം, കൂട്ടുൽ, നീലാങ്കൂർ, റൈഗുഡം, ഹോംഗുഡ, പിഡിയ തുടങ്ങിയ വില്ലേജുകളിൽ 79 വർഷത്തിന് ശേഷം ആദ്യമായി ഇന്നു രാവിലെ ദേശീയ പതാക ഉയർത്തി. നമ്മൾ കാശ്മീരിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കാശ്മീരിൽ ദേശീയ പതാക ഉയർത്താൻ സമ്മതിക്കത്തില്ല, ലാൽ ചൗക്കിലൊക്കെ വലിയ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദേശീയ പതാക കാശ്മീരിൽ ഉയർത്താൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ BJP നേതാവായിരുന്ന മുഖ്യമന്ത്രിയൊക്കെ ആവുന്നതിന് മുമ്പ് നമ്മുടെ നരേന്ദ്രമോദി പറഞ്ഞു, ഞാൻ പോവും കാശ്മീരിൽ, ലാൽ ചൗക്കിൽ കൊടി കയറ്റും എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി കാശ്മീരിൽ പോയി ദേശീയ പതാക ഉയർത്തിയിട്ടുണ്ട്. കാശ്മീരിൽ ദേശീയ പതാക ഉയർത്തുന്ന വലിയ വെല്ലുവിളിയായിരുന്നു. ആ കാശ്മീരിൽ ഇപ്പോൾ ദേശീയ പതാക ഉയർത്തൽ മാത്രമല്ല, സ്വാതന്ത്ര്യ ദിനവും റിപ്പബ്ലിക് ദിനവും ഒക്കെ വലിയ ആഘോഷമായി നടക്കുകയാണ്. ആളുകളെല്ലാം പങ്കെടുക്കുന്ന വലിയ വലിയ ഉത്സവമായി മാറുന്നു. എന്നാൽ നമ്മളാരും കേട്ടിട്ടില്ലാത്ത ഛത്തീസ്ഗഡിലെ ഈ ഗ്രാമങ്ങളിൽ ഇതുവരെ ദേശീയ പതാക ഉയർത്തുന്നില്ല. കാരണം അങ്ങോട്ട് ഒരാളെയും കേട്ടില്ല. ഇന്ത്യ എന്താണെന്നറിയില്ല. അപ്പോൾ CRPFൻ്റെ നേതൃത്വത്തിൽ അവിടെ 14 വില്ലേജുകളിൽ ഇപ്പോൾ വലിയ ക്യാമ്പുകളുണ്ട്. ആ ക്യാമ്പുകളിൽ CRPF ഭടന്മാരും നാട്ടുകാരും ചേർന്ന് ഇന്നിപ്പോൾ ദേശീയ പതാക ഉയർത്തി പാട്ടും ആഘോഷങ്ങളും നൃത്തവും മധുരപലഹാര വിതരണവും ഒക്കെ ആയിട്ട് നടക്കുകയാണ്. അതോടൊപ്പം തന്നെ CRPFൻ്റെ IG പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് വലിയ കൗതുകമായിട്ട് തോന്നി. അവിടെ അവരോട്, ജനങ്ങളോട്, എന്താണ് ത്രിവർണ്ണ പതാക, എന്താണ് സ്വാതന്ത്ര്യദിനം, ആരിൽ നിന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്, എന്താണ് നിങ്ങളുടെ അവകാശങ്ങൾ, നിങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാരെന്ന നിലയിൽ നിങ്ങൾക്ക് എന്തെല്ലാം അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ട് എന്ന് അവരെ ഇന്ന് പഠിപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇവിടുന്നൊക്കെ ഞാൻ ആലോചിക്കുന്നത്, നമ്മുടെ ഈ കന്യാസ്ത്രീകളുടെ വിഷയം ഉണ്ടായപ്പോൾ നമ്മുടെ സഭയും കുറേ ഈ ക്രൈസ്തവ സഹോദരങ്ങളൊക്കെ വന്നിട്ട് അവിടെ ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നു, അവരെ ദേശീയധാരയിലേക്ക് കൊണ്ടുവന്ന് മനുഷ്യരാക്കുന്നവരാണ് മിഷണറി പ്രവർത്തനം, അതിനെ എതിർക്കുന്ന ബജരംഗദൾ ഭീകരവാദികളെ നിരോധിക്കണമെന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ടല്ലോ. അവർ നിരന്തരം അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. എന്തേ അവർ ഈ കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഈ ത്രിവർണ്ണ പതാക ഈ മനുഷ്യരെ കാണിച്ചിട്ടില്ലേ? ഓഗസ്റ്റ് 15 ദേശീയ ദിനം നമ്മുടെ സ്വാതന്ത്ര്യ ദിനമാണെന്ന് അവരെ പഠിപ്പിച്ചിട്ടില്ലേ? ജനുവരി 26 റിപ്പബ്ലിക് ദിനമാണെന്ന് പഠിപ്പിച്ചിട്ടില്ലേ? അപ്പോൾ എന്ത് മിഷണറി പ്രവർത്തനമാണ്, എന്ത് വിദ്യാഭ്യാസമാണ് അവർ കൊടുത്തത്? ഇപ്പോൾ നാരായൺപൂർ എന്ന് പറയുന്ന ജില്ല ഈ പറയുന്ന പോലെ നക്സൽ ബാധിത പ്രദേശമാണ്. അവിടെ നിന്നുള്ള കുട്ടികളെ ഈ കന്യാസ്ത്രീമാർ കൂട്ടിക്കൊണ്ടു വന്നപ്പോഴാണ് നമ്മുടെ സുരക്ഷാ ഏജൻസികൾക്ക് സംശയം തോന്നിയത്. അവിടെ ആർമിക്ക് പോലും പ്രവേശനമില്ലാതിരുന്ന ഇപ്പോൾ നക്സലേറ്റ് മാവോവാദികളെ ഉന്മൂലനം ചെയ്തതിന് ശേഷം ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ സേനയും പാരാമിലിറ്ററി സേനയുമൊക്കെ പ്രവേശിച്ചു തുടങ്ങിയ സ്ഥലമാണ് ഈ പറയുന്ന കന്യാസ്ത്രീകൾ കുട്ടികളെ കൂട്ടിക്കൊണ്ടുവന്ന സ്ഥലമൊക്കെ. അവിടെയൊക്കെ ഇവർക്ക് നിർബാധം പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട്, ഇന്ത്യൻ പട്ടാളത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അതെന്താണ്? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളവിടെ, അപ്പോൾ തീർച്ചയായും കന്യാസ്ത്രീകൾക്ക് മാവോവാദികളുടെ അനുവാദം ഉള്ളതുകൊണ്ടാണല്ലോ മിഷണറി പ്രവർത്തനം നടത്താൻ പറ്റുന്നത്, അല്ലേ? സൈന്യത്തെ പ്രവേശിപ്പിക്കത്തില്ല, മിഷണറിമാരെ പ്രവേശിപ്പിക്കും. അതിൻ്റെ ലോജിക്ക് എന്താ? അങ്ങനെ ഉണ്ടെങ്കിൽ ശരിക്കും ഈ ജനങ്ങളെ മാനസാന്തരപ്പെടുത്തുന്നതിനോടൊപ്പം ഈ തീവ്രവാദികളായ ആളുകളെ കൊല്ലുക എന്നുള്ളതല്ല കർത്താവായ യേശു പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ളവരെ കൊണ്ട് സ്നേഹിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങൂ എന്ന് പറഞ്ഞ് ഏതെങ്കിലും മിഷണറി പ്രവർത്തകർ ഈ തീവ്രവാദികളെ മാനസാന്തരപ്പെടുത്തി എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇവർ തമ്മിലൊരു നെക്സസ് ഉണ്ട്. കാരണം മാവോവാദികൾ പറയുന്നു, നിങ്ങൾ മിഷണറി പ്രവർത്തനം നടത്തിയാലും ഞങ്ങൾ ഇതിരല്ല, അപ്പോൾ പകരം എന്തെങ്കിലും കൊടുക്കണം. നേരത്തെ ഇത് കീഴടങ്ങിയ ഒരു ഭീകരവാദി പറഞ്ഞ കാര്യമുണ്ട്, ഞങ്ങൾക്ക് മരുന്നുകൾ നൽകുന്നത്, ഞങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്, ഞങ്ങൾക്ക് കമ്പ്യൂട്ടറുകൾ നൽകുന്നതൊക്കെ
ഈ മിഷണറി പ്രവർത്തകരിൽ ചിലരാണ് എന്ന് പറഞ്ഞ വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട്. അപ്പോൾ കൊടുക്കൽ വാങ്ങലുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇവരൊക്കെ ഞങ്ങൾ വലിയ ഈ മിഷണറി പ്രവർത്തനം നടത്തുന്ന ആളുകൾ, മതപരിവർത്തനം, അവരുടെ കഷ്ടപ്പാടും ദാരിദ്ര്യവും അജ്ഞതയും ഒക്കെ മാറ്റാനുള്ള ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായി അവർ ചിലപ്പോൾ കർത്താവിൻ്റെ വഴിയിലേക്ക് വന്നാൽ ഞങ്ങൾക്ക് വല്ലതും തെറ്റ് പറയാൻ പറ്റുമോ? ഇല്ല, സ്വാഭാവികം. അതെ, നമ്മളെ സഹായിക്കുന്ന ആളുകളോട് നമുക്കൊരു മമതയുണ്ടാവും. തീർച്ചയായും. എന്നാൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ പൗരന്മാരില്ലേ ഈ കന്യാസ്ത്രീമാരും അതെ മിഷണറിമാരും അച്ഛന്മാരും ഒക്കെ? നിങ്ങൾക്കവിടെ ഈ ഗ്രാമവാസികളെക്കുറിച്ച്, ഇന്ത്യയെക്കുറിച്ച്, നമ്മുടെ ദേശീയതയെക്കുറിച്ച്, നമ്മുടെ ത്രിവർണ്ണ പതാകയെക്കുറിച്ച് ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കണം. നിങ്ങളവിടെ സ്കൂളുകൾ നടത്തുന്നുണ്ടെന്നല്ലേ പറയുന്നത്? ആ സ്കൂളുകളിൽ നിങ്ങൾ ദേശീയ പതാക ഉയർത്താറുണ്ടായിരുന്നു? സൈന്യം പറയുന്നു ഈ പറയുന്നിടത്തൊക്കെ 79 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ദേശീയ പതാക ഇന്ന് ഉയർത്തുന്നു പറഞ്ഞു. അപ്പോൾ നിങ്ങൾ സ്കൂളുകൾ നടത്തുന്നുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ സ്കൂളുകളിൽ ഇതൊന്നും ചെയ്തിരുന്നില്ല എന്നല്ലേ സൈന്യം പരോക്ഷമായി പറയുന്നത്? ദേശീയതയ്ക്ക് ഇവർ യാതൊരു പ്രാധാന്യം കൊടുത്തിരുന്നില്ല. ഒന്നുമില്ല. ഞങ്ങൾക്ക് ആകെ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ആ ലക്ഷ്യം എന്താണെന്ന് ഞാൻ പറയുന്നില്ല, അല്ലേ? അതെ, രാജ്യമുണ്ടെന്നും രാജ്യത്തെ ആകെ ഞങ്ങൾക്കിപ്പം ആളെ കൂട്ടണം, ഞങ്ങളുടെ മതത്തിലേക്ക് ആളെ കൂട്ടണം എന്ന പ്രവർത്തനം മാത്രമാണോ നിങ്ങൾ നടത്തിയത്? അതൊരു ന്യായമായ ചോദ്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആളുകളെ മാനസാന്തരപ്പെടുത്തുന്നവരാണെങ്കിൽ ഈ തീവ്രവാദികളുടെ ആയുധം വെച്ച് കീഴടങ്ങൂ എന്ന് പറഞ്ഞുകൂടെ? നിങ്ങൾ പട്ടാളക്കാരെ കൊല്ലരുത്. ഈ കൊല്ലപ്പെടുന്ന പട്ടാളക്കാരിൽ കേരളത്തിൽ നിന്നുള്ള എത്രയോ മലയാളി ജവാന്മാർ, CRPF ഭടന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് മാവോവാദി ആക്രമണങ്ങളിൽ. അന്ന് ഈ കേരളത്തിൽ നിന്ന് പോകുന്ന ഈ മിഷണറി പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് എന്തെങ്കിലും സങ്കടം വന്നിട്ടുണ്ടോ? അത് നമ്മുടെ സഹോദരങ്ങളാണ്, അവരെ കൊല്ലരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അറിയില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് CRPFും സൈന്യവും പറയുന്നത് പോലെ 79 വർഷത്തിന് ശേഷമാണ് നേരത്തെ ഞാൻ പറഞ്ഞ വില്ലേജുകളിൽ ആദ്യമായി ദേശീയ പതാക ഉയർത്തുന്നു എന്നുള്ള വാദം തെറ്റാണ്, ഞങ്ങൾ അവിടെ ഉയർത്തിയിട്ടുണ്ട് എന്ന് പറയാൻ ഇവർ മുന്നോട്ട് വന്നാൽ ഞാൻ കൈയടിച്ച് സ്വീകരിക്കും. നമ്മളീ പറയുന്നത് ഈ ചില ആളുകൾക്ക് നമ്മളോട് ഇപ്പോൾ ഇത്തിരി പിണക്കമുണ്ട്. നിങ്ങൾ ഈ ഇസ്രായേലിൻ്റെ യുദ്ധം വന്നപ്പോൾ ബൈബിളിൽ നടന്നതുപോലെയാണെന്ന്. അതേ, ബൈബിളിൽ നടന്ന കാര്യങ്ങൾ കണ്ടപ്പോൾ നമുക്ക് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ നടക്കുന്നു എന്ന് പറയാൻ എന്താ മടി? നമ്മളത് പറഞ്ഞു. അത് പിന്നെ ഈ യേശുദേവനൻ നമ്മൾ പറയും. നമുക്ക് ക്രിസ്ത്യാനികൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ നമ്മൾ ചെറുക്കുന്നുണ്ട്. അവർക്ക് നേരെ ഇസ്ലാമിക ഭീകരന്മാർ ലോകത്തെമ്പാടും നടന്ന കൂട്ടക്കൊലയെക്കുറിച്ച് ആകെ സംസാരിക്കുന്നത് നമ്മൾ മാത്രമാണ് എന്നു പറഞ്ഞ് മതപരിവർത്തനം നടക്കുന്നുണ്ട്. നിയമവിരുദ്ധമായി, സംഘടിതമായി, ആസൂത്രിതമായി കൺവേർഷൻ നടത്തുന്നുണ്ടെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം കൂടി ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ തുറന്നു കാണിക്കും. അതുകൊണ്ട് നമുക്ക് യേശുദേവനോട് വിശ്വാസം ഇല്ലായിരിക്കില്ല. ഈ ഇസ്രായേൽ യുദ്ധത്തിൽ നടന്നത് ബൈബിളിൽ പറഞ്ഞ പോലെയാണെന്ന് പറഞ്ഞത് തെറ്റാണെന്ന് ഇപ്പോഴും നമ്മൾ കരുതുന്നില്ല. നമ്മൾ അതും പറയും. ഇപ്പം വേറെ കാര്യം കൂടെ ഉണ്ട്. ഇതിനിടയ്ക്ക് ചില ആളുകൾക്ക് ചില സൂക്കനുണ്ടായിരുന്നു. നമ്മൾ ഈ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന പോലെ ഇസ്രായേലിൽ യുദ്ധം നടക്കുന്നു, എല്ലാം അതുപോലെയാണ് നടക്കാൻ പോകുന്നതെന്ന് ബൈബിൾ വചനമൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് ആദരപൂർവ്വം അവരുടെ വിശ്വാസത്തെയൊക്കെ മാനിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മുടെ താഴെ വന്ന് നിങ്ങൾ ക്രിസ്ത്യാനിയാവും, മതം മാറി, ഇങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, മതം മാറാൻ വരാൻ എനിക്ക് മെസ്സേജ് അയച്ച ആളുകളുണ്ട്. എനിക്ക് മെസ്സേജ് അയച്ച ആളുകളുണ്ട്. നിങ്ങൾ യേശുവിനെ ഇങ്ങനെ ബ്രദർ ഇങ്ങനെ പറഞ്ഞാൽ പോരാ, യേശുവിലേക്ക് വരൂ. ഇവിടെയാണ് പ്രശ്നം. അതായത് നിങ്ങളുടെ നന്മ, നിങ്ങളുടെ വേദപുസ്തകത്തിലെ കാര്യങ്ങൾ ശരിയാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ. നിങ്ങൾക്ക് ഈ പറയുന്നവനെ നിങ്ങൾക്ക് ജ്ഞാനസ്നാനം ചെയ്യിക്കണം. അപ്പോൾ അംഗസംഖ്യ കൂട്ടുക എന്നുള്ളത് അതിന് പറഞ്ഞാൽ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. കാരണം എനിക്ക് ബൈബിൾ വായിക്കാൻ ഇഷ്ടമാണ്, ഞാൻ വായിക്കാറുണ്ട്. ബൈബിളിൽ നടന്ന പല കാര്യങ്ങളും ഇസ്രായേൽ യുദ്ധത്തിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ കൺമുന്നിൽ കാണുന്നതാണ്, നമ്മളത് പറയുകയും ചെയ്യും. പിന്നെ യേശുദേവനെ നമുക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അത്രയൊക്കെ ആണെങ്കിൽ നീ ഉടനെ ക്രിസ്ത്യാനിയാവണമെന്ന് പറഞ്ഞാൽ അതെന്ത് ന്യായമാണ് സിനു? അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് അതൊന്നും നിങ്ങളുടെ നന്മ പറഞ്ഞാൽ പോരാ, നിങ്ങളുടെ കൂടെ ചേർന്നേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് സൗകര്യമില്ല. മറ്റു മതങ്ങളുടെ നന്മയെ പുകഴ്ത്തി കാണിച്ചാലേ നമ്മളതിനെ സംരക്ഷിച്ചാൽ ഉടനെ അങ്ങോട്ട് പോകാൻ എന്ന് പറയുന്നത് അവിടെയാണ് തെറ്റ്. ഇതാണ് കുഴപ്പം. ഇതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മതം വലുതാക്കുക എന്നൊരു പരിപാടിയുണ്ട്, മനസ്സിലായില്ലേ? നമുക്ക് ഈ ക്രിസ്ത്യാനിറ്റിയിലാണ് വിശ്വാസം, ചർച്ചാനിറ്റിയിലല്ല. പള്ളി വന്നിട്ട് വേണ്ട, നമുക്ക് ക്രിസ്തുവിനെ ഇഷ്ടമാണ്, വിശ്വാസങ്ങളെ ഇഷ്ടമാണ്, ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ പള്ളി വന്ന് കൂടണം എന്ന് പറഞ്ഞാൽ അത് പള്ളി പോയി പറഞ്ഞാൽ മതി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് സ്വാതന്ത്ര്യദിനം, 79ാമത്തെ സ്വാതന്ത്ര്യദിനം നമ്മൾ അഭിമാനപൂർവ്വം കൊണ്ടാടുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും
ഇനിയും നക്സൽ ബാധിത മേഖലകൾ ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. 2026 മാർച്ച് 31 മാവോവാദികളെ തുടച്ചു നിൽക്കുമെന്ന് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്. ആ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ വേറെ ചിലർക്ക് മാവോവാദികൾക്ക് കൊള്ളുമ്പോൾ വാഴ നനയുമ്പോൾ ചീര നനയുന്ന പോലെ ചില ആളുകൾക്കും കൊള്ളുന്നത് ആ കൂടെ പോയി നിൽക്കുന്നതുകൊണ്ടാണ് സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.